വെമ്പലനാടിന്റെ പതനത്തോടെ AD 1103 രൂപീകൃതമായ തെക്കുംകൂറിന്റെ ഭാഗമായിരുന്നു ആറന്മുള എന്ന ദേശം. കൃത്യമായി പറഞ്ഞാൽ തെക്കുംകൂർ രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായിരുന്നു ആറന്മുള എന്ന് പറയാം. 6 നൂറ്റാണ്ടുകൾ നീണ്ട തെക്കുംകൂറിന്റെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചത് 1749 തിരുവിതാംകൂർ സൈന്യത്തിന്റെ ആക്രമണത്തോടുകൂടിയാണ്. തിരുവിതാംകൂർ സൈന്യം കായംകുളവും ചെമ്പകശ്ശേരിയും ഒക്കെ ആക്രമിച്ചപ്പോൾ ആ കാലത്തെ തെക്കുംകൂർ ഭരിച്ചിരുന്ന ആദിത്യവർമ്മ മണികണ്ഠൻ എന്ന രാജാവ് തെക്കുംകൂർ സൈന്യത്തെ കായംകുളത്തിന്റെയും ചെമ്പകശ്ശേരിയുടെയും സഹായത്തിനായി അയച്ചിരുന്നു. ഈ കാരണത്താൽ കൂടിയാണ് തിരുവിതാംകൂർ മഹാരാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തെക്കുംകൂർ ആക്രമിക്കുവാനും ആദിത്യവർമ്മ മണികണ്ഠനെ വകവരുത്തുവാനും തീരുമാനിച്ചത്. അങ്ങനെ രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം ചെങ്ങന്നൂർ വഴി ആറന്മുള ലക്ഷ്യമാക്കി കിഴക്കോട്ട് പുറപ്പെടുന്നെന്ന് തെക്കുംകൂറിന് അറിവ് കിട്ടി. അക്കാലത്ത് അപമൃത്യുവിനിരയായ ബ്രാഹ്മണന്റെ ബീഭത്സമായ ശവം കണ്ടാൽ പിന്നെ ബ്രാഹ്മണർ ആ വഴിക്ക് മുൻപോട്ട് പോവില്ലായിരുന്നു. തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ എന്ന ബ്രാഹ്മണന്റെ നേതൃത്വത്തിലായിരുന്നതിനാൽ സൈന്യത്തെ തടയുന്നതിനായി ഒരു ബ്രാഹ്മണന്റെ മൃതദേഹം സംഘടിപ്പിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. തന്റെ മരണശേഷം സ്വന്തം കുടുംബത്തിന് സുഖമായി ജീവിക്കാനുള്ള ധനം കൊടുക്കാമെന്ന തെക്കുംകൂർ രാജപ്രതിനിധികളുടെ പ്രലോഭനത്തിൽ വഴങ്ങി ആറന്മുളയിലുള്ള ഒരു ബ്രാഹ്മണൻ മരിക്കുവാൻ തയ്യാറായി. സ്വയം തയ്യാറായതല്ല, മറിച്ച് ബ്രാഹ്മണ സമൂഹം ഒന്നിച്ചുകൂടി ഇതാരായിരിക്കണമെന്ന് നറുക്കെടുക്കുകയായിരുന്നെന്നും പറയപ്പെടുന്നു. തിരുവിതാംകൂർ സൈന്യം ആറന്മുളയിൽ എത്തുന്നതുവരെ തനിക്ക് സന്തോഷിക്കുവാൻ കുറച്ച് ദ്രവ്യം മരിക്കാൻ തയ്യാറായ ആ ബ്രാഹ്മണൻ കൈപ്പറ്റി. ഈ ദ്രവ്യവുമായി അദ്ദേഹം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ വശത്ത് നദിക്കരയിലുള്ള തന്റെ ഇഷ്ടക്കാരിയുടെ വീട്ടിലെത്തി. പിറ്റേ ദിവസം പട വരുന്നുണ്ടെന്നറിഞ്ഞ നാട്ടുകാർ മരിക്കാൻ കരാറിലേർപ്പെട്ട ബ്രാഹ്മണനെ അന്വേഷിച്ച് പലയിടത്തും നടന്നു. അതേസമയം അയാളുടെ കൈവശമുണ്ടായിരുന്ന ദ്രവ്യം കൈക്കലാക്കിയ ശേഷം ഇഷ്ടക്കാരിയായ സ്ത്രീ അദ്ദേഹത്തെ നിലവറയിൽ ഒളിപ്പിച്ചു. പലയിടത്തും ബ്രാഹ്മണനെ തിരിഞ്ഞ് ജനം ഇഷ്ടക്കാരിയായ ആ സ്ത്രീയുടെ വീട്ടിലുമെത്തി. കരാറുകാരനായ ബ്രാഹ്മണൻ നിലവറയിൽ ഉണ്ടെന്നുള്ളത് പറയാതെ ആറ്റിൽ ചാടി നീന്തി അക്കരയ്ക്ക് കടന്നെന്ന് ആ സ്ത്രീ നാട്ടുകാരോട് കള്ളം പറഞ്ഞു. എന്നാൽ ആ ബ്രാഹ്മണന് നീന്താൻ അറിയില്ലെന്ന് അറിയാമായിരുന്ന ചിലർ വീട്ടിൽ കയറി പരിശോധിച്ചപ്പോൾ നിലവറയിൽ നിന്ന് ബ്രാഹ്മണനെ പിടികൂടുകയും അവിടെ വെച്ച് ഞെക്കിക്കൊല്ലുകയും ചെയ്തു. കണ്ണുകൾ തുറിച്ച് നാവ് വെളിയിൽ തള്ളിയ ആ മൃതദേഹം അവർ രാമയ്യനും പടയും വരുന്ന വഴിയിൽ കൊണ്ടിട്ടു. അന്ന് ആ മൃതദേഹം കണ്ട് ശകുനപ്പിഴയായി രാമയ്യനും സൈന്യവും തിരികെ പോയി. അധിക നാൾ കഴിയും മുമ്പ് വീണ്ടും തിരുവിതാംകൂർ സൈന്യം എത്തി ആറന്മുള ആക്രമിച്ച് കീഴടക്കിയെങ്കിലും അന്ന് ആ ബ്രാഹ്മണനെ ഞെക്കിക്കൊന്നതിന്റെ പാപപരിഹാർത്ഥം എല്ലാ വർഷവും മകരം 1 ആറന്മുള ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിന് സമീപമുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വിഭവസമൃദ്ധമായ സദ്യ നടത്തിയിരുന്നു. അന്ന് ആ ബ്രാഹ്മണനെ ഞെക്കിക്കൊന്നതിന്റെ പാപപരിഹാർത്ഥമായി നടന്നു വന്ന സദ്യയാണ് പിൽക്കാലത്ത് ഞെക്ക് സദ്യയായി അറിയപ്പെട്ടത്. 1984 ബ്രാഹ്മണ സമൂഹമഠം വിറ്റുപോകുന്നതുവരെ ഞെക്ക് സദ്യ അവിടെ വെച്ച് നടത്തിയിരുന്നു.